മുട്ടയും പഴവും റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു കിഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കോ അതല്ലെങ്കിൽ വിരുന്നുകാർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ നിറയെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം റാഗിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടെ തന്നെ കഴിച്ചോളും. കാരണം റാഗിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല. നല്ല രുചിയുള്ളൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു മുട്ട മിക്സിൽ റാഗിപ്പൊടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇവിടെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതും ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റാഗിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ട് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു മുട്ട കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു 1/2 മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടും പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ അളവിൽ മാറ്റം വരാം. അപ്പോൾ ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം നെയ്യ് ഒന്ന് തൂവിക്കൊടുത്ത് ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റാഗിപ്പൊടി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണിത് കരിഞ്ഞൊന്നും പോവാതെ റാഗിയൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. 3 മിനിറ്റ് ഒരു ഭാഗം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് 3 മിനിറ്റ് ആ വശവും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഞാനിവിടെ ഒരു ബാച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ ഹെൽത്തി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്